നമസ്കാരം, ഏവർക്കും ജ്യോതിശാലയം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും സർ ഡോക്ടർ പദവി, ജ്യോതിഷ സാമ്രാട്ട് എന്നീ നിരവധി ദേശീയവും അന്തർദേശീയമായ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി 50 വർഷത്തിലധികമായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി വിരമിച്ച, മലയാളത്തിലെ പ്രശസ്ത ചാനലുകളിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന സർ ഡോക്ടർ കുടമാൾ ശർമാജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിശാലയം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതവും. എല്ലാ മതസ്ഥർക്കും അവരവരുടെ പിതൃക്കൾക്ക് വേണ്ടി പലതരത്തിലുള്ള ആചാരങ്ങളുണ്ടെങ്കിലും പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴും മൺമറഞ്ഞു പോയവരുടെ അനുഗ്രഹം ആവശ്യമാണ്. ഏതായാലും ആഗസ്റ്റ് മാസത്തിലെ ഇടവ മാസത്തിലെ കൂറ്, കാർത്തിക, രോഹിണി, കർക്കിടക ബാഹുബലി ഒരിക്കലെടുത്ത് നൊയമ്പ് നോറ്റ് പുണ്യ സങ്കേതത്തിൽ വെച്ച് പുണ്യാത്മാക്കൾ വരുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് വെള്ളം, ചന്ദനം, പുഷ്പം, കറുക മുതലായവയിൽ നിന്ന് അവരെ ആവാഹിച്ച് അവർക്ക് വേണ്ട നിവേദ്യാദികളൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ട ജലവും രക്തവും മജ്ജയും മാംസങ്ങളും ഒക്കെ കൊടുക്കുന്നു, ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നുള്ള സങ്കല്പമാണ് ബലിയിടുന്നത്. അവ വിവിധ രൂപങ്ങളിൽ വരുമെങ്കിലും ഭൂരിപക്ഷവും കാക്കയുടെ ശരീരം സ്വീകരിച്ച് കാക്കയിലൂടെ ആ പ്രസന്റ് ടൈമിൽ അവർ വരുന്നത് കൊണ്ടാണ് കാക്കകൾക്ക് കൊടുക്കുന്നതും കാക്കകളായിട്ട് വന്നത് ഭക്ഷിക്കുന്നതും ചെയ്യുന്നത്. പക്ഷെ ജലത്തിൽ ഇടുമ്പം കാക്കകൾ അധികം വരുന്നില്ല, എങ്കിലും മത്സ്യമാണ് അത് കൊണ്ടു കഴിക്കുന്നതെങ്കിലും കാക്കകളിലൂടെ പണ്ടൊക്കെ അതിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അപൂർവമായിട്ടുണ്ട്. അന്ന് വരെ കാണാത്ത ചില കാക്കകളൊക്കെ വരുന്ന രാമൻ കാക്ക എന്ന് പറഞ്ഞ വലിയൊരു കാക്കയൊക്കെ വരും, മൂപ്പൻ. അതൊക്കെ നമുക്കിപ്പം അന്യം നിന്ന് വരികയാണ്, എങ്കിലും വിശ്വാസങ്ങളും മാറിയിട്ടില്ല. ഏതായിരുന്നാലും അങ്ങനെ ബലിയിടുന്ന പക്ഷം നമുക്ക് ഈ ഭൂമിയിൽ പിതൃക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവും കൂടെയാണ്. ചിലർക്കെല്ലാവർക്കും മാതാപിതാക്കൾക്കോ പൂർവികന്മാർക്കോ ചെലവിന് കൊടുക്കാനൊന്നും പറ്റാതെ മൺമറഞ്ഞു പോയവരുണ്ട്. അവരെ വന്ദിക്കുന്നു, ആരാധിക്കുന്നു, അവരുടെ സുഖങ്ങൾ അന്വേഷിക്കുന്നു. അവർ തിരിച്ചും തൻ്റെ കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടി അന്വേഷിക്കുന്നു, അനുഗ്രഹിച്ചു പോകുന്നു. ഇതാണ് കർക്കിടകവാവിന്റെ പൊതു ഫലം. ജ്യോതിഷപരമായിട്ട് ഒത്തിരി വ്യാഖ്യാനിക്കാൻ, എങ്കിലും നമുക്കിപ്പോൾ ഇടവരാശിക്കാരാണ് ഒരു ഫലം. ഗുരു 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. പിതൃക്കള് ഇടപെടും ഈ മാസം പ്രത്യേകിച്ച്. അത് വിദ്യാർത്ഥികളെ വളരെ പ്രതികൂലമായി ബാധിക്കും. ബാധിക്കാതിരിക്കാൻ പിതൃക്കൾക്ക് വേണ്ടി അവനോന്റെ മതാചാരപ്രകാരം, ഇപ്പം ജ്യോതിഷപരമായിട്ട് തന്നെ ചെയ്യണമെന്നോ, ഹിന്ദു രീതി ചെയ്യണമെന്നോ, ക്രിസ്ത്യൻ രീതി ചെയ്യണമെന്നോ, മുസ്ലിം രീതി ചെയ്യണമെന്നോ അല്ലെ ഇല്ല, അവനവന്റെ ആചാരപ്രകാരമുള്ള പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന കർമ്മങ്ങൾ പ്രാർത്ഥനകൾ ചെയ്തിരിക്കണം. അങ്ങനെ പിതൃക്കളെ സന്തോഷിപ്പിച്ച് കഴിയുമ്പോൾ ആ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷം അവർക്ക് പഠിക്കുന്നത് പഴയ പോലെയുള്ള ഊർജ്ജസ്വലത ഈ രാശിപ്പെട്ട വിദ്യാർത്ഥികൾക്ക്. ഏത് കാർത്തിക ഒടുവിൽ 45 നാഴിക, രോഹിണി നക്ഷത്രം, മകയിരം ആദ്യത്തെ 30 നാഴിക. ഇതിൽപ്പെട്ട പ്രൈമറി, ഹൈസ്കൂൾ, കോളേജ്, ഉപരിപഠനം, ഏത് വിദ്യാർത്ഥിക്കുന്നവരാണല്ലോ വിദ്യാർത്ഥി. ആ വിദ്യ കൊണ്ടുപോകുന്നവർക്ക് പഴയ പോലുള്ള കഴിഞ്ഞ വർഷം പോലെയുള്ള പഠിക്കുന്നതിന്റെ ഉത്സാഹം കുറയും. പഠന താല്പര്യം, പഠന സമയങ്ങളിൽ അസുഖമോ പരീക്ഷാവേളകളിൽ അപകടങ്ങളോ മറ്റേതെങ്കിലും ശകനപ്പിഴകളോ വരും. ഉദാഹരണത്തിന് ചോദ്യപേപ്പർ ചോരുക, മറ്റേ പഠിച്ചുകൊണ്ട് പോയതൊന്നും ഇല്ലാതെ വരിക, തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ വിവിധങ്ങളായ തടസ്സങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവരാരും കുറ്റക്കാരൊന്നും അല്ല, പഠിക്കാനുള്ള പഠിച്ചു, പക്ഷെ ഫലമില്ലാതെ, അല്ലെങ്കിൽ കോളേജ് മാറ്റം, അല്ലെങ്കിൽ അധ്യാപകരുടെ മാറ്റം, സിലബസ് മാറ്റം, ഇങ്ങനെയുള്ളതൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നു. വ്യാജഗ്രഹത്തിന്റെ 3-ാം ഭാവത്തിലെ നിൽപ്പും 3-ാം ഭാവത്തിലെ സൂര്യന്റെ നിൽപ്പും, പ്രാണന്റെയും പിതൃക്കളുടെയും കാരകനായ സൂര്യൻ, ആ സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുകയാണ്. ചന്ദ്രക്ഷേത്രമാണ്, അവിടെ ഗുരു നിൽപ്പുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ വളരെ പരിവർത്തന വിധേയമായ ഒരു മാസമായിരിക്കും എല്ലാ തുറകളിലും. അതായത് A to Z, കുടുംബപരവും സാമൂഹ്യപരവും ഭരണപരവും മനുഷ്യന്റെ ആയുരാരോഗ്യങ്ങളും
എല്ലാ ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേര വ്യത്യാസമില്ലാതെ സമൂലമായ ഒരു പരിവർത്തന വിധേയത്തിന്റെ പിതൃക്കൾ ഉൾപ്പെടെ പ്രാണപിതൃകാരകനായ സൂര്യൻ ഉൾപ്പെടെ ദേവഗുരുവായ വ്യാജഗ്രഹം ഉൾപ്പെടെ എല്ലാം അനുഗ്രഹിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം.